നമ്മുടെ ഈ റോഡുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന വെഹിക്കിൾസ് നിങ്ങൾ നോക്കിക്കോ. തിരുവനന്തപുരം മുതൽ നിങ്ങൾ കാസർഗോഡ് വരെ റോഡിലൂടെ ട്രാവൽ ചെയ്യുക. ആ റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസ് എന്താണ്? ട്രക്കുകളാണ്, മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിനകത്ത്, ലോറികളാണ്, ടെമ്പോസ് ആണ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ പോകുന്ന സ്ഥലം കോസ്റ്റിലാണ്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റിലാണ്. ശരിക്കും ഒരു ഗോൾഡൻ കോസ്റ്റ് ഓഫ് ഇന്ത്യയാണ് കേരളം. ഇന്ത്യയുടെ ഏറ്റവും നല്ല സമൃദ്ധമാവാൻ പറ്റുന്ന ഒരു കോസ്റ്റൽ ബെൽറ്റാണ് കേരളം. ഇപ്പൊ നമ്മുടെ ഈ കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡീസലും പെട്രോളും കെറസിനും LPG-യും ഇത് വഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടി. നിങ്ങൾ ആ ഇരുമ്പനം സീപോർട്ട് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഓരോ ബുള്ളറ്റ് ലോറികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ മിനിറ്റിലും ഓരോ ഡീസൽ ലോറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് വെള്ളത്തിൽ കൂടെ പോകില്ലേ? കൊച്ചിയിലെ വാട്ടർ മെട്രോന് ഉദാഹരണമല്ലേ? വാട്ടർ പെട്രോൾ ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല. അപ്പൊ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ പറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. അപ്പൊ ഈ കോസ്റ്റൽ വഴിയുള്ള ചരക്ക് ഗതാഗതം കേരളത്തിൽ വികസിപ്പിക്കാവുന്ന ചെറിയ ചെറിയ തുറമുഖങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ വലിയ തുറമുഖങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്ക് പറയാം ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന വിഴിഞ്ഞു നമുക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചിയാണുള്ളത്. അപ്പോൾ കൊച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഡൊമസ്റ്റിക് നീഡ്സ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ സ്ഥലം. മറ്റേത് ഇന്റർനാഷണൽ മാർക്കറ്റോട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹോർമൂസ് കടലെടുക്ക് അടച്ചതിന്റെ ഇമ്പാക്ട് വിഴിഞ്ഞത്തുണ്ടാവുമെങ്കിൽ കൊച്ചിയിലുണ്ടാവണമെന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ് വിഴിഞ്ഞം. ഞാൻ ഈ പറഞ്ഞ കോസ്റ്റ് ഹൈവേ ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ കൊച്ചി ഒരു ഡൊമസ്റ്റിക് ഹെഡായി പോകും. ഒരുപാട് സാധ്യതകൾ ഇവിടെയെല്ലാം ഉണ്ട്. ഈ സാധ്യതകളെല്ലാം തന്നെ നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തോ രാഷ്ട്രീയക്കാർക്ക് അറിയാൻ പാടില്ലാത്തോ ഗവൺമെന്റ് അറിയാൻ പാടില്ലാത്തോ അല്ല. ഇത് ചോയ്സ് ആണ്. അത് എപ്പോൾ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യണോ എന്നുള്ള, അല്ലെങ്കിൽ നടപ്പാക്കാൻ ഒരു വിൽ പവറും ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഐ തിങ്ക് ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും.